ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്നാൽ ധൈര്യമുണ്ട് എന്നെ പിടിച്ചോളാൻ പറയുന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി എന്താ വരാൻ പോകുന്നത്? പുനർജനി പദ്ധതിയിൽ ശ്രീ VD സതീശനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവും ഇടതുമുന്നണി ഗവൺമെൻറ് കാലത്ത് അന്വേഷിച്ച ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല. ഇത് മനസ്സിലാവാത്ത ഒറ്റ വ്യക്തിയേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഗോവിന്ദൻ മാസ്റ്റർക്ക് മാത്രമേ ഇത് മനസ്സിലാവാതുള്ളൂ. പിണറായി വിജയൻ പോലും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇതിനെപ്പറ്റി. അദ്ദേഹത്തിന് ഇപ്പം ഇത്തിരി സംശയം കൂടുതലാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം. ഇപ്പോൾ 1200 പേര് ഇപ്പം തന്നെ വീണ്ടും നമ്മൾ പരിശീലനം കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് 700ഓളം പേര് 900 പേര് നമ്മൾ ലോക്കൽ പൊസിഷൻ. എന്നാലും പറഞ്ഞത് ശരിയാണ്. ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ നമ്മുടെ പോലീസ് സേനയുടെ അംഗബലം കുറവാണ്. നമുക്ക് കുറേ കൂടി പോലീസ് ആവശ്യമാണ്. കാരണം പഴയ പോലെ അല്ലല്ലോ പോലീസ്. ഇപ്പോൾ എല്ലാ രംഗത്തും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പറഞ്ഞത് ശരിയാണ്. പോലീസ് സേനയിലെ അംഗത്വം കൂട്ടാൻ ആളുകളുടെ പോലീസ് വിമൻ്റെ അംഗത്വം കൂട്ടാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. അല്ല, അതിന് പ്രത്യേകതയുണ്ട്. എല്ലാവരെയും വിടാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ 900 പേരെ വിടാൻ പോവാണ്. അതിന് ട്രെയിനിങ് സമയമില്ലേ അല്ലേ? നമുക്കിപ്പോൾ 1200 പേര് പാസിംഗ് ഔട്ട് ആവാൻ പോകുന്ന 20-ാം തീയതി വരെ. ഇതേ സമയത്തിൽ നമുക്ക് ഒരു 900 പേഴ്സൺസിന് നമ്മുടെ ബറ്റാലിയൻസിന് അവർ DHQയിൽ വരും. അവിടെ నుండి മറ്റേ എലിജിബിൾ ആയിട്ട് ആളുകളിന് പോലീസ് സ്റ്റേഷനിൽ DHQയും പോലീസ് സ്റ്റേഷനും ആൾമോസ്റ്റ് ഇപ്പോൾ വേറെ തന്നെയാണ്. നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആൾമോസ്റ്റ് 1000 ആളുകൾ നമുക്ക് സ്റ്റേഷൻസിൽ കിട്ടുന്നതാണ്. അത് ഒരു ഗുഡ് നമ്പർ ആയിരുന്നു. അത് മേബി അതിൻ്റെ ചില ആളുകൾ മാത്രമേ പൊതുവെ ആളുകൾ അവരുടെ ഓപ്ഷൻ ബേസിസിലാണ് നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കുന്നതാണ്. അതൊക്കെ DHQ അത് ഒരു പ്രോസസ്സ് ഉണ്ട്. ബറ്റാലിയൻ ടു DHQ నుండి പോലീസ് സ്റ്റേഷൻസിലേക്കാണ്. അങ്ങനെ ഒരു 1000 പേര് വരാൻ പോകും നമുക്കില്ല. മാത്രമല്ല ഇപ്പോൾ കുറേ ടെക്നോളജി മാറിയോടുകൂടി ഇപ്പോൾ സമൻസ് സർവ് ചെയ്യുക അതൊക്കെ നമുക്കിപ്പം ഓൺലൈനിലൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. കുറേ സർവീസുകൾ നമുക്ക് ഓൺലൈനിലൂടെ അല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊന്ന് കഴിയട്ടെന്ന്. അല്ല, അങ്ങനെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്നാൽ ധൈര്യമുണ്ട് എന്നെ പിടിച്ചോളാൻ പറയുന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി എന്താ വരാൻ പോകുന്നത്? ഏത് അതിൻ്റെ സ്ത്രീകളുടെ എണ്ണം കൂട്ടാനുള്ള നടപടി തന്നെ നമുക്കുള്ളത്. നമുക്കത് ഇപ്പോൾ തന്നെ 63 പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരായിട്ട് നമ്മൾ സ്ത്രീകളെയാണ് നിയമിക്കുന്നത്. അല്ല, അത് നോക്കിയിട്ട് അല്ല, DIGമാർക്ക് ഇപ്പം തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. സോണിൽ ADGP ഉണ്ടായിരുന്നു. അതാലോചിച്ചിട്ടില്ല, നോക്കാം നമുക്ക്. ഒന്നാമത് നമുക്ക് ADGPമാരുടെ എണ്ണം വളരെ കുറവാണ്. അല്ല, ഇതൊന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വരാം, സംസാരിക്കാതെ. തുമ്പയിലാണോ? അത് ഞങ്ങൾ പരിശോധിക്കാം, നോക്കാം. കൽപ്പറ്റയിൽ ആക്ഷൻ എടുത്തുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞോ? ഇത് മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെ സഹായിക്കണം. മൈ പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ നല്ല കാര്യം കൂടെ പറയണം. കേരളത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ പെയിൻ്റ് അടിക്കുന്നു, എല്ലാ ആക്രി സാധനങ്ങളും മുഴുവൻ മാറ്റുന്നു, പോലീസിൽ പുതിയൊരു ഉന്മേഷം വരുന്നു. ആ കാര്യങ്ങളൂടെ ഒന്ന് പറയണം.
അതെനിക്കറിയില്ല. കമ്പനി ഞാൻ അങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. ഇല്ല, അതെനിക്കറിയില്ല ഏത് കമ്പനിയാണ്. അല്ല അതിപ്പോൾ ഓൾറെഡി അതൊക്കെ ആക്ച്വലി നമ്മൾ അതിൽ വെരി ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പുതിയത് 69 പോലീസ് സ്റ്റേഷൻസ് ഉണ്ട്. അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോലീസ് സ്റ്റേഷൻസിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിവാദം വരില്ല അതിലേക്ക്. നമ്മൾ സ്ഥലം കണ്ടാൽ ഇത് പോലീസ് സ്റ്റേഷൻ വിവാദം വരില്ല. രണ്ട് പ്രശ്നങ്ങളുണ്ടായത്. ഒന്ന്, ഈ എല്ലാ സ്റ്റേഷനിലും ഒരേ കളർ, പിന്നെ ഈ പറയുന്ന യൂണിഫോം തന്നെ പല കാക്കിയാണ്, അതിനെ ഒരുപോലെ കൊണ്ടുവരാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് പ്രശ്നം വന്നത്. പ്രത്യേക കമ്പനികൾക്ക് മാത്രമായിരിക്കും ഒരേ കളർ കൊടുക്കുക. അങ്ങനെ യൂണിഫോം ഒരു ആക്കാൻ തീരുമാനിച്ചില്ല. അല്ല, ഇതിൻ്റെ സാർ ഈ കാലത്തിൽ സാർ പോലീസ് സ്റ്റേഷൻസിൻ്റെ സ്പുറിസിംഗ് അപ്പ് ചെയ്യുമ്പോഴും അവിടുത്തെ അതിന് അതാത് സ്റ്റേഷൻസിൽ മാത്രം നടക്കുന്നതാണ്. ആ ജില്ലാ SP മാരുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു താങ്കൾ സൂചിപ്പിക്കുന്ന പ്രകാരം നടക്കുന്നില്ല. ജില്ലാ സൂപ്രണ്ട് DPC മാരുടെ നേതൃത്വത്തിൽ അവരുടെ പോലീസ് സ്റ്റേഷൻസിൻ്റെ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട് ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അപവാദം വരില്ല. അല്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വേക്കൻസി ഇല്ല. നമുക്ക് ഉള്ള അംഗഭംഗം നമുക്ക് സാങ്ഷൻ്റെ സ്ട്രെങ്ത് പ്രകാരം ആളുകൾ നമുക്കുണ്ട്. പക്ഷേ സാറ് സൂചിച്ച പ്രകാരം അത് ആവശ്യത്തിൽ ഇല്ല മാത്രമാണ്. അതിൻ്റെ നമുക്ക് നേരത്തെ ഉള്ളപ്പോൾ കൂടെ സർക്കിൾ റൈറ്റേഴ്സ് എല്ലാം സ്റ്റേഷനിലെ ഭാഗം തന്നെ അതിൻ്റെ ആവശ്യമുള്ള നമുക്ക് പ്രൊപ്പോർഷനായിട്ട് മെറ്റാൽ അലോട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. ഏജൻസികൾ അന്വേഷിക്കണം ആവശ്യപ്പെട്ടു. അപ്പോൾ ആ റിപ്പോർട്ട് തന്നെയാണ് വീണ്ടും വന്നത്. അതെല്ലാം വേറെ റിപ്പോർട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനാണ് അത് വീണ്ടും അന്വേഷിച്ചത്? ഇതിനകത്തൊരു കാര്യം വളരെ വ്യക്തമാണ്. പുനർജനി പദ്ധതിയിൽ അന്നത്തെ MLA-യും പിന്നീട് പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ ശ്രീ VD സതീശനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവും ഇടതുമുന്നണി ഗവൺമെൻറ് കാലത്ത് അന്വേഷിച്ച ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല. ഈ അന്വേഷണം മുഴുവൻ നടന്നത് ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. ആദ്യത്തെ DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് പ്രകാരമുള്ള അന്വേഷണങ്ങൾ നടത്താൻ വിജിലൻസിന് ഇല്ലെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇത് CBI അന്വേഷിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചുമ്മാ തെറ്റായ വാർത്തകൾ വെറുതെ കൊടുക്കുന്നതാണ്. അവർ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊന്നും വിജിലൻസ് അന്വേഷിക്കാൻ കഴിയില്ല, ഇത് അന്വേഷിക്കേണ്ടത് വേറെ ഏജൻസികളാണ്, കേന്ദ്ര ഏജൻസികളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് അവരന്വേഷിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ മുഖ്യമന്ത്രി ഇത് അങ്ങനെയാണെങ്കിൽ തെളിവുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് CBIക്ക് വിട്ടില്ല, അല്ലെങ്കിൽ വേറെ കേന്ദ്ര ഏജൻസികൾക്ക് എന്തുകൊണ്ട് വിട്ടില്ല? കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനകത്ത് യാതൊരു കഴമ്പുമില്ല, തെളിവില്ല എന്ന്. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ഈ കേസ് CBIക്ക് വിടാതിരുന്നത്? ഇപ്പം ഞങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന ഫയലിൽ ശ്രീ VD സതീശനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ല എന്നെഴുതി വന്ന് ഈ കേസ്, അതുകൊണ്ടാണ് ഈ കേസ് ക്ലോസ് ചെയ്തത്. ഒരു തെളിവുമില്ല എന്ന് ഇടതുമുന്നണിക്കും ബോധ്യപ്പെട്ടുകൊണ്ടാണ് അവരും ഒന്ന് ഫർദർ ആക്ഷൻ എടുക്കാതിരുന്നത്. അത്രേ ഉള്ളത്. ഇത് മനസ്സിലാവാത്ത ഒറ്റ വ്യക്തിയേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഗോവിന്ദൻ മാസ്റ്റർക്ക് മാത്രമേ ഇത് മനസ്സിലാവാതുള്ളൂ. പിണറായി വിജയൻ പോലും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇതിനെപ്പറ്റി. അതെ, അല്ല, ആ ഫയൽ അതിനകത്ത് ആ ഫയലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. തെളിവില്ല എന്ന് ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറല്ലേ എനിക്ക് ഫയൽ അയക്കുന്നത്, അല്ലാണ്ട് പഴയ ഡയറക്ടറാണോ? ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ പഴയ വിജിലൻസ് ഡയറക്ടർ പറഞ്ഞ കാര്യം കൂടി ചേർത്തുള്ള ഫയലാണ് അയച്ചത്. എന്തുകൊണ്ട് പഴയ മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി മിണ്ടാത്തത്? ആകെ സംശയമുള്ള ഗോവിന്ദ മാസ്റ്ററൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്തിരി സംശയം കൂടുതലാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം. ഞാൻ പറയട്ടെ, ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ ഞാനാണോ പറയണ്ടേ? ഞാനങ്ങനെ പറയാൻ പാടില്ല. KG മോഹൻദാസിൻ്റെ പേരിൽ എനിക്ക് പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ പരാതി IG ക്രൈംസിന് കൊടുത്തു. ക്രൈംസ്
അദ്ദേഹത്തിൻ്റെ പേരിൽ FIR ഇട്ടു, അന്വേഷണം നടക്കുകയാണ്. അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ? അതിന് ആഭ്യന്തരമന്ത്രി പറയും ഇന്നയാളെ അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? അത് പോലീസിന് കേൾക്കാൻ പറ്റുമോ? അവിടെയല്ലേ തെറ്റ്?